നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 25. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് 26-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ വഴിയാധാരമായിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് നാളെ. KSRTC ഡ്രൈവർ യദു വളരെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഏതാണ്ട് 18 മണിക്കൂറോളം വണ്ടി ഓടിച്ച് തളർന്ന് വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന ധാരണയിൽ വരുന്ന സമയത്ത് മേയറും MLA-യും കൂടി വണ്ടി തടഞ്ഞിട്ട്, സിബ്ര ലൈനിൽ വണ്ടി തടഞ്ഞിട്ട്, പിന്നെ ഒരു ലൈംഗിക ആക്ഷേപ വ്യാജ കേസും എടുത്ത് തലയിൽ വെച്ച് കൊടുത്ത്, അത് അയാളുടെ ജോലിയും കളഞ്ഞ് പുലർച്ചെ വരെ 10 മണിയോളം വരെ ഉറങ്ങാതെ കസ്റ്റഡിയിൽ ഇരുത്തി, ഇത്രയും വണ്ടി ഓടിച്ച് ക്ഷീണിച്ചിട്ട് വരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇത് കള്ളക്കേസ് കൊടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് അയാളുടെ ഉപജീവന മാർഗം മുട്ടിച്ച് കുടുംബ പട്ടിണിയിലാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം നാളെ പൂർത്തിയാകണം. അതായത് കഴിഞ്ഞ ഏപ്രിൽ 27-നാണ് സംഭവം നടന്നത്. അതിനുശേഷം കുറച്ച് പ്രയാസത്തിലായിരുന്നു യദു. എന്നാൽ പിന്നീട് മലയാളികളായിട്ടുള്ളവരുടെ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയ സഹായങ്ങൾ കൊണ്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിന്നു. പക്ഷെ എല്ലാ കാലവും അങ്ങനെ ഒരു സഹായം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് പ്രൈവറ്റ് ബസ്സിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഒഴിവുകൾ, ലീവ് വേക്കൻസികൾ, അതിൽ പോയി കണ്ടാണ് ഇപ്പോൾ കുടുംബം നോക്കുന്നത്. ഇതിനിടയിൽ പല സംഭവവികാസങ്ങളും കഴിഞ്ഞു പോയി. അത് യദു കൊടുത്തിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. യദുവാണ് ആദ്യം മേയർക്കും MLA-ക്കും ഒക്കെ എതിരെയുള്ള കേസ് ഫയൽ ചെയ്തത്. കാരണം KSRTC ബസ് തടഞ്ഞിട്ടത് അവരാണ്, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യദു തന്റെ സർവീസ് മുടക്കിയതിനും മറ്റു കാര്യങ്ങൾക്കും തന്നെ ബുദ്ധിമുട്ടിച്ചതിനും ഒക്കെയുള്ള കേസ് കൊടുത്തിരുന്നു. പക്ഷെ ആ കേസ് പരിഗണിച്ചില്ല. രാഷ്ട്രീയ ഇടപെടലുകളും, പാർട്ടിയല്ലേ ഇവിടെ ഭരിക്കുന്നത്, ഭരണകക്ഷിയുടെ MLA-യും മേയറും ഒക്കെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ കൂടെ നിൽക്കൂ. ഏത് തെമ്മാടിത്തരം കാണിച്ചാലും, എത്ര വലിയ കുറ്റം ചെയ്താലും പാർട്ടി നേതാക്കളോടൊപ്പം, പാർട്ടി അണികളോടൊപ്പം മാത്രമേ ഈ ഭരണ സംവിധാനം നിൽക്കൂ എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് യദുവിനെതിരെയുള്ള കേസ് ഫയൽ ചെയ്ത് അതുമായിരുന്നു മുന്നോട്ട് പോയത്. പിന്നെ യദു കോടതിയിൽ പോയി, കോടതി പറഞ്ഞിട്ട് യദു കൊടുത്ത പരാതി സ്വീകരിച്ചിരുന്നു. എന്നാൽ യദുവിനെതിരെയുള്ള പരാതി അന്വേഷിച്ച് യദു വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് ലൈംഗിക ആക്ഷേപം കാണിച്ചത് കാണാമെന്നൊക്കെ കണ്ടെത്തി ആ കാറിൽ തന്നെ സഞ്ചരിച്ച് ഇല്ലാത്ത തെളിവുകളും വീഡിയോകളും എല്ലാം കണ്ടെത്തി തെളിവുകളും സാക്ഷികളും ഒക്കെ ശരിയാക്കിയുള്ള റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ യദു കൊടുത്ത കേസിൽ യാതൊരു അന്വേഷണവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനിടയിൽ കേസ് അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് വേണം എന്ന് യദു കോടതിയിൽ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 4 കഷ്ണം കടലാസ് കോടതിയിൽ എത്തിച്ചിരുന്നു. അതിൽ നിന്ന് ഒട്ടും തന്നെ മുന്നോട്ട് പോയില്ലായിരുന്നു. പിന്നീട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ആ കേസിൽ കോടതിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇനി ഈ കേസ് നിലനിൽക്കില്ല എന്നും അതുകൊണ്ട് യദുവിന്റെ കേസ് റെഫർ ചെയ്ത് ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോലീസ് റിപ്പോർട്ട് കൊടുത്തതാണോ, അതോ ഇനി മേയർ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ ആ വാഹനം അങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ കൊടുത്തതാണോ എന്നറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് യദുവിന്റെ കേസ് ഒഴിവാക്കാൻ വേണ്ടി, റെഫർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മേയറുടെയും MLA-യുടെയും ആ ബാക്കി 3 പേരുടെയും കഷ്ടകാലം അവിടെ തുടങ്ങുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നിലവിൽ സാക്ഷികളും തെളിവുകളും വീഡിയോ തെളിവുകളും ഒക്കെ ഉള്ളത് മേയർ യദുവിനെതിരെ കൊടുത്ത കേസിലാണ്. യദു കൊടുത്ത കേസിൽ ഈ തെളിവുകളൊന്നും ശേഖരിച്ചിട്ടില്ല. തെളിവുകളും ദൃശ്യങ്ങളും ഒന്നും ഇല്ല എന്നാണ്, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ യദു കൊടുത്ത കേസ് നിലനിൽക്കാത്തതൊന്നാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് സമർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനും സ്വാഭാവികമായിട്ടും ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കാനും യദുവിന് അവസരം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ മേയർക്കും MLA-ക്കും ആ വാഹനത്തിൽ സഞ്ചരിച്ച ബാക്കിയുള്ളവർക്കും അവരൊക്കെ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളും മറ്റ് സാക്ഷിമൊഴികളും എല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെളിവുകളും സാക്ഷികളും ആ വീഡിയോസും പോലും അവർക്കെതിരെ നിൽക്കും. എനിക്ക് തോന്നുന്നില്ല ഈ കേസിൽ റെഫർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ, കേസ് റെഫർ ചെയ്തു കഴിഞ്ഞാൽ യദുവും അഡ്വക്കേറ്റ് അശോകും വെറുതെ ഇരിക്കുമെന്ന്. അവർ കേസുമായി മുന്നോട്ട് തന്നെ പോകും, കോടതിയിൽ അന്യായം ഫയൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ മേയറും MLA-യും ശരിക്കു പെടും. അതുപോലെ അന്ന് കുറ്റം ചെയ്തവർ ശരിക്ക് കോടതിയിൽ നിന്ന് വിയർക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റിൽ നിന്ന് മനസ്സിലായത് റിപ്പോർട്ട് കൊടുത്തു എന്നാണ്. ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തു വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഔദ്യോഗികമായിട്ട് എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് മനസ്സിലായിട്ടില്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ല.
ഇത് അനൗദ്യോഗികമായിട്ട് അറിയുന്നതാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ട് പോയിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത്. അത് യദു കൊടുത്ത കേസിൽ മിക്കവാറും ആ കേസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാകും. മറ്റേ കേസ് അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. യദു പ്രതിയായി തന്നെ നിലനിൽക്കുകയാണ്. അതിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നും അറിയുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ യദു എന്ന ചെറുപ്പക്കാരനെ വഴിയാധാരമാക്കി സായുജ്യം അടഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാകുന്ന ഒരു പൊതുവായ കാര്യം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ഭരണ സംവിധാനത്തിനും അതിന്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവർക്കും അതിന്റെ ചിട്ടവട്ടം അനുസരിച്ച് നിൽക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ അനുയായികൾക്കും അനുവാചകർക്കും അതുപോലെ ആസ്വാദകർക്കും എല്ലാം, അതായത് CPM എന്ന് പറയുന്ന അതുമായിട്ട് ഏതെങ്കിലും പുലബന്ധമെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവിടെ എന്തും ചെയ്യാം, അതിന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് സംരക്ഷണം ലഭിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല, അവർ ജീവിക്കേണ്ട സാഹചര്യമില്ല എന്ന നിലയിലേക്ക് ജനം മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷത്തിനിടയിൽ നമ്മുടെ മന്ത്രി KB ഗണേഷ്കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് യദു എന്ന ചെറുപ്പക്കാരനെ ഒരു തവണ പോലും വിളിക്കാൻ തോന്നിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. തുടക്കം മുതൽ യദു എന്ന് KB ഗണേഷ്കുമാർ പറയുന്നുണ്ടായിരുന്നു. യദു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് KSRTCന്റെ വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് മലക്കം മറിഞ്ഞ് യദു എന്ന ചെറുപ്പക്കാരനെ മറന്നതിന് ശേഷം പിന്നീട് KB ഗണേഷ്കുമാർ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് മാത്രമല്ല 3 തവണ പരാതി കൊടുത്തിരുന്നു. ഡിഫറൻറ്റ് ആംഗിൾസിന്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ സമരമൊക്കെ ഉണ്ടായിരുന്നു. പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് കേരളമെമ്പാടും നടത്തിയിരുന്ന ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ സെക്രട്ടറി നടയിലടക്കം ഉണ്ടായത്. ഏകദേശം 1 മാസം ആയ സമയത്ത് യദു നേരിട്ട് മന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു, തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വീണ്ടും പരാതി കൊടുത്തിരുന്നു. 3 തവണയാണ് നേരിട്ട് പരാതി കൊടുത്തത്. 2 തവണ ഓഫീസിലും 3ാമത്തെ തവണ മന്ത്രിയുടെ കയ്യിൽ നേരിട്ടും. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. തന്നോളൂ ഞാൻ നോക്കാം എന്ന് പറഞ്ഞത്, ഞാനാണ് യദു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ പിന്നാലെ യദു പോകുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോ അത്തരത്തിൽ യദുവിനെ അറിയാത്ത ഒരു മന്ത്രി ആ പരാതി സ്വീകരിക്കില്ല എന്ന് നമുക്ക് അന്നേ മനസ്സിലായിരുന്നു. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് യദുവിനെ അറിയാം. അങ്ങനെ ഒരാൾ ഞാനാണ് ആ യദു എന്ന് പറഞ്ഞപ്പോൾ ആ യദു എന്ന് പറയുന്ന, അതായത് ഫോട്ടോയിൽ പോലും കണ്ട് പരിചയമില്ല എന്ന് പറഞ്ഞപ്പോഴേ കേസിന്റെ ഗതി എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി അതിനെ സംബന്ധിച്ച് ഒരു നടപടി എടുക്കൂല എന്ന് അപ്പൊ തന്നെ ബോധ്യമായതാണ്. ഏതായാലും ഈ സംഭവം നടന്ന്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് നീതി പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സർക്കാരിന്റെ അധീനതയിലുള്ള നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വിഭാഗത്തിൽ നിന്ന് കിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച ഈ ഒരു സംഭവം നടന്നിട്ട് നാളേക്ക് 1 വർഷം തികയുമ്പോൾ അത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് അറിയിച്ചു എന്ന് മാത്രം. Different angles. Don't forget to subscribe and support this channel.